വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ക്രിസ്മസ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്മസ് എക്സാമിന് വരാവുന്ന ഏറ്റവും ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ സയൻസിനകത്തെ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചർ ആൻഡ് നാഷണലിസം, സംസ്കാരവും ദേശീയതയും. ഇതിനകത്തെ നിരവധിയായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളാം. അല്ല, ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ റിഫോർമെന്റ് ആണ്. ഈ പറയുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാം, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തന്നെ നോക്കുന്നത്. പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം. മകളെ, അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇതൊക്കെ ചോദ്യം വരികയാണെങ്കിൽ 2 മാർക്കിനൊക്കെയാണ് വരിക. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയോളൂ. ടു ഇറാഡിക്കേറ്റ് ദ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ അനാചാരങ്ങൾ എന്ത് ചെയ്യാണ്, എതിർക്കുക. അതായിരുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി സെക്കൻഡ് വൺ നിങ്ങൾ നോക്കിയാൽ മതി. ടു എൻഷുർ ഈക്വൽ സിവിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ഡ്രസ് കോഡ്. അല്ലെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എല്ലാ മനുഷ്യർക്കും വിവേചനമില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും അതുപോലെ വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശം എന്ത് ചെയ്യുക, നേടിയെടുക്കുക. അതാണ് ഇത് രണ്ടാമത്തത്. അപ്പോൾ ഈ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും നിങ്ങൾക്ക് ക്ലിയർ ആണ്, എന്ത് ചെയ്യുന്നു, മനസ്സിലാവുന്നു. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതും സോഷ്യൽ റിഫോം മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ആ ചോദ്യം ഇതാണ്: ദ ഇമ്പോർട്ടന്റ് പ്രൊപ്പോസൽസ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തെല്ലാം, അതാണ് മക്കളെ. അപ്പൊ ഇത് നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെച്ചാൽ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ സോഷ്യൽ റിഫോമേഴ്സിനും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏത് സോഷ്യൽ റിഫോമറെ ചോദിച്ചു കഴിഞ്ഞാലും ഈ പ്രധാനപ്പെട്ട പ്രൊപ്പോസൽസ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിയോളൂ. ഒന്നാമത് പോയിന്റ് നിങ്ങൾ കാണാം, ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം. എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം. ഈ പറഞ്ഞ ജാതി വ്യവസ്ഥ, ഇതുപോലെ തന്നെ ജാതി എന്ത് ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക, ജാതി വ്യവസ്ഥ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. അതാണ് ഇത് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, പ്രൊട്ടക്ട് റൈറ്റ്സ് ഓഫ് ഓൾ. അല്ലേ, പ്രൊട്ടക്ട്സ് റൈറ്റ്സ് ഓഫ് ഓൾ. എല്ലാ ആൾക്കാരുടെയും എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ അവകാശങ്ങൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. എല്ലാ ആൾക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. അതാണ് ഇത് രണ്ടാമത്തത്. ഇനി നെക്സ്റ്റ് വൺ മക്കളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ ആണ്. അല്ലേ, ഈ പറയുന്ന സ്ത്രീകൾക്ക് എതിരെയുള്ള പ്രധാനപ്പെട്ട വിവേചനങ്ങൾ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. അതാണ് പറഞ്ഞത്, സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള പ്രധാനപ്പെട്ട വിവേചനങ്ങൾ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. അതാണ് ഇത് തേർഡ് വൺ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ടു ഓൾ. അല്ലേ, അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, വിദ്യാഭ്യാസം എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യുക, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അല്ലേ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാം, ആ പോയിന്റ് നിങ്ങൾക്ക് കാണാം, എല്ലാവർക്കും എന്ത് ചെയ്യുക, വിദ്യാഭ്യാസം നൽകുക. ഇനി നെക്സ്റ്റ് പോയിന്റ് മക്കളെ ശ്രദ്ധിച്ചോളൂ, പ്രൊമോട്ട് വിഡോ റീമാരേജ് ആണ്. അല്ലേ, ഈ പറയുന്ന വിധവകൾക്ക് എന്ത് ചെയ്യണം, പുനർവിവാഹം നൽകണം. വിഡോ റീമാരേജ് അല്ലെങ്കിൽ വിധവകൾക്ക് എന്ത് ചെയ്യണം, പുനർവിവാഹം കഴിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കണം. അതാണ് പറഞ്ഞത്, ഈ പറയുന്ന വിധവകൾക്ക് എന്ത് ചെയ്യണം, പുനർവിവാഹം വേണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് കാണാം, അബോളിഷ് ചൈൽഡ് മാരേജ് ആൻഡ് എലിമിനേറ്റ് ദ സുപ്രമസി ഓഫ് ദി ക്ലർജി ആണ് പ്രധാനപ്പെട്ട ലാസ്റ്റ് പോയിന്റ്. അതായത് മക്കളെ, നിങ്ങൾക്കറിയാം, അന്നത്തെ ശൈശവ വിവാഹം അതുപോലെ പൗരോഹിത്യ മേധാവിത്വം ഇതൊക്കെ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട എന്ത് അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ആവശ്യം എന്ന് മക്കളെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ ചോദിച്ചു വരുന്ന ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിച്ചു വരുന്ന ചോദ്യമാണ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്തോളണം, ഇത് പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു സോഷ്യൽ റിഫോമർ, അതായത് ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇനി സാധ്യതയുള്ള ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല മക്കളെ. ചോദ്യം ഇങ്ങനെയാണ് വരിക, റൈറ്റ് ദ റോൾ ഓഫ് സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് അവിടെ ചോദ്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, രാജാറാം മോഹൻ റോയിയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ കുറിച്ച് കുറിപ്പ് എഴുതുകാനാണ്. അതായത് മക്കളെ, നിങ്ങൾ കാണാം, ഈ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്, നമ്മുടെ രാജാറാം മോഹൻ റോയ്. അപ്പൊ രാജാറാം മോഹൻ റോയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യനിലേക്ക് കാണുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കളെ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, പ്രധാനമായിട്ട് രാജാറാം മോഹൻ റോയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ജാതി വ്യവസ്ഥയും സതിയെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പ്രധാനമായിട്ട് എതിർത്തത്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ ഒപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം. അല്ലെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ സതി. അല്ലെ, പ്രധാനപ്പെട്ട 2 സാധനത്തിനാണ് അദ്ദേഹം എതിർത്തത്. ഒന്ന് കാസ്റ്റ് സിസ്റ്റം ആണ്. അല്ലെ, ഒന്ന് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ. അതേപോലെ തന്നെ എന്താണ് സതി. സതി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ പറയുന്ന പുരുഷന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദു സ്ത്രീകൾ എന്ത് ചെയ്യണം, ആ ചിതയിൽ ചാടി മരിക്കണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരം ഉണ്ടായിരുന്നു. അതാണ് സതി. ആ സതിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ 2 കാര്യങ്ങൾക്കെതിരാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പ്രധാനമായിട്ടും ഫൈറ്റ് ചെയ്തത് എന്നറിയാം. ഇനി അദ്ദേഹത്തിന് ഇതിനൊക്കെ വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു.
അതിന്റെ പേരാണ് ബ്രഹ്മസമാജ് എന്നാണ് പേര്. എന്താണ്? ബ്രഹ്മസമാജ്. അപ്പൊ മക്കളെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടത്. അത് ഏറി വന്നാൽ 2 മാർക്കിനൊക്കെയാണ് എന്ത് ചെയ്യുക, രാജാറാം മോഹൻ റോയിയെ ചോദിക്കുക. അപ്പൊ സോഷ്യൽ റിഫോമേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തണം. അപ്പം മക്കളെ ഇത് മാത്രമല്ല, ഇത്തരത്തിലേക്ക് നിരവധിയായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട് അറിയോ? നമ്മുടെ അസ്ത്രയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസ്ത്ര നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അസ്ത്ര 5.0 എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴിയാണ് അസ്ത്രയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കഴിയുന്ന മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പഠിക്കാം. സോ എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇതുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. സോ ബൈ എവരിവൺ, ബൈ.